ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. വന്നു ഫുഡ് കഴിച്ച് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സൂപ്പറായിട്ട് ഉറങ്ങി. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് എഴുന്നേറ്റു. എന്നെ എഴുന്നേൽപ്പിച്ചു. ആക്ച്വലി ഞങ്ങൾക്ക് ഇന്ന് പുറത്തൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. കറങ്ങാൻ പോകാനല്ല, ഷോപ്പിങ്ങിന് പോകാനായിട്ടാണ്. എനിക്കിപ്പോൾ ഡ്യൂട്ടി ഒക്കെ നൈറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും ഒരു ഹാഫ് എത്തുമ്പോഴത്തേക്കിന് ഞാൻ നല്ല ടയേർഡാണ്. ബിക്കോസ് എനിക്ക് നല്ല കാലുവേദനയുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട്. നൈറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഞാൻ കാലൊക്കെ ഇങ്ങനെ കട്ടിലിട്ട് അടിച്ചടിച്ചായിരുന്നു ഉറങ്ങുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ മസാജർ ഇവിടെ ഉള്ളത് കൊണ്ട് ചിന്നജസ്റ്റിന് എനിക്ക് മസാജ് എല്ലാം ചെയ്തു തരും. അതുകൊണ്ട് ഉറക്കം നല്ലതായിട്ട് ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഈ കാലുവേദന എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറിയേക്കുവാണ്. എനിക്കിത് ആദ്യം തൊട്ടേ ഉള്ളൊരു സിംറ്റമാണ് കാലുവേദന എന്ന് പറയുന്നത്. ഞാൻ തന്നെ ഉള്ളപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്കിലും ചേച്ചന്റെ മമ്മി മുറിവെണ്ണ എന്ന് പറയുന്നൊരു സാധനം എനിക്ക് നാട്ടിൽ നിന്ന് വന്നപ്പം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്യും. പക്ഷെ അത് ചെയ്തിട്ട് നമ്മൾ നടക്കുമ്പോൾ വീഴുമോ എന്നുള്ള പേടി. അതുകൊണ്ട് കിടക്കുമ്പോൾ മാത്രം ഞാൻ കുറച്ചൊക്കെ തേച്ചിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ ശനിദേശം വന്നപ്പോഴാണ് എനിക്ക് സമാധാനമായത്. പക്ഷെ ശനിദേശം പെട്ടെന്ന് പോകുന്നത് കൊണ്ട് തന്നെ തിരിച്ച് ഇവർക്ക് ടെൻഷനായി. ഞാനിനി എന്തോ ചെയ്യും ഒറ്റയ്ക്ക് എന്നുള്ളത് ഈ വേദന കണ്ടിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു മസാജർ നമുക്ക് പോയി വാങ്ങിക്കാം. അപ്പൊ ഞങ്ങളോർത്ത് ഡയറക്റ്റ് പോയി നമുക്ക് നല്ലതാണോ എന്ന് നോക്കി എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാങ്ങിക്കാമല്ലോ. അപ്പൊ നമ്മളോർത്ത് കറീസിൽ പോയിട്ട് അവിടുന്ന് വാങ്ങിക്കാന്ന് ഓർത്തു. അവിടെ ചെല്ലുന്നിട്ട് നമുക്കൊന്ന് അവരോട് ചോദിക്കാമല്ലോ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമോ എന്ന്. പിന്നെ ഇൻ സ്റ്റോക്കിൽ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. സംടൈംസ് നമ്മൾ ചെല്ലുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ ആരെങ്കിലും ഓർഡർ ചെയ്തു. അതാണ് കറീസിൽ ഒരു വലിയ പ്രശ്നം. നമ്മളിപ്പോ ഫോണൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴേ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കും ഏതെങ്കിലും ഒരു മോഡലിനെ കുറിച്ച് ഉണ്ടെന്ന് തന്നെ സംസാരിക്കും. ഓക്കെ എന്നാൽ ഞങ്ങൾ അതിന് പോകാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടുത്തെ ആള് പറയും ആ സമയം കൊണ്ട് ഓൾറെഡി ആരോ എടുത്തെന്ന് പറയും. അതുപോലെ ഈ മസാജർ എങ്ങനെയാണെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ പിന്നെ ആമസോണിൽ നിന്ന് എല്ലാം വാങ്ങിക്കാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്ത് അതിന്റെ എക്സ്പീരിയൻസ് അറിഞ്ഞിട്ട് വാങ്ങിക്കാം എന്നുള്ളൊരിത്. കാരണം നല്ല എമൗണ്ട് ഉണ്ട് അത് വാങ്ങിക്കാനായിട്ട്. അപ്പൊ എനിവേ ഞങ്ങൾ റെഡിയായി. നമുക്ക് പുറത്ത് പോയി അത് വാങ്ങിച്ചിട്ട് വരാം. പിന്നെ ഞങ്ങൾക്ക് ആസ്ട്രേലിയയും കൂടെ കയറണം. അറിയില്ല ഇന്ന് എല്ലാം കൂടെ നടക്കുമെന്ന്. ഇന്ന് സൺഡേ ആണ്. 2 ഷോപ്പും 4 മണിയാകുമ്പോൾ ക്ലോസ് ആകും. ഇപ്പം തന്നെ 2 o'clock ആയിട്ടുണ്ട്. പോയി നോക്കാം, പറ്റുവാണെങ്കിൽ അവിടെയും കയറണം. ഒരു റിട്ടേൺ കൊടുക്കാനുണ്ട്. ഞാൻ ജെൻഡർ റിവീൽ പാർട്ടിക്ക് ആദ്യം വൈറ്റ് ഡ്രസ് പ്ലെയിൻ വൈറ്റ് ഇടണമെന്നും പറഞ്ഞ് ആമസോണിൽ നിന്നൊരു എത്രയാ 56 or 62 പൗണ്ട്സ് കൊടുത്തിട്ടൊരു ഡ്രസ്സ് വാങ്ങിച്ചു. പക്ഷെ അത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ പോകുന്ന പിള്ളേരില്ലേ അതുപോലെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അത് യൂസ് ചെയ്തില്ല. അത് റിട്ടേൺ ചെയ്യണം. അപ്പൊ എല്ലാം കൂടെ ചെയ്തിട്ട് തിരിച്ചു വരാവുന്ന ഓർത്താണ് നമുക്കതിനെ പോയി നോക്കാം. അപ്പൊ നമ്മള് കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന്, ഒത്തിരി ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മള് ടാക്സിക്കാണ് പോകുന്നത്. ഊബർ ബുക്ക് ചെയ്യാന്ന് ഓർത്തു. ഊബർ വേണോ ആപ്പിൾ ടാക്സി വേണോ ഷിഞ്ചോ? ആപ്പിൾ ടാക്സി വിളിക്കാം. കാരണം ഊബർ സംടൈംസ് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഡിലേ ആകും. അപ്പൊ ഞാൻ ഓർത്തു പാക്ക് ചെയ്യുന്നതിന് മുമ്പ് അഡ്രസ്സ് നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പൊ ഞാൻ ഒരു മോഡലിനെ ഇറക്കിയിട്ടുണ്ട്. മോഡലിനെ വെച്ച് നമുക്ക് കാണിക്കാം. പിടിക്ക, നേരെ പിടിക്കുക, അങ്ങോട്ട് നെക്കിൽ അങ്ങോട്ട് കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. ഡിസൈനൊക്കെ മെറ്റീരിയലൊക്കെ നല്ലതാ. പക്ഷെ എന്തോ ഒരു ഇട്ട് കഴിയുമ്പോൾ ഈ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ആദ്യ കുർബാനയ്ക്ക് പോകുമ്പോൾ അങ്ങോട്ട് ചേർത്ത് പിടിക്കും ഇടുന്ന പോലുണ്ട്. അപ്പൊ എനിവേ നമുക്ക് ഇറങ്ങാൻ പോകാനായിട്ട്. അപ്പൊ നമ്മള് കറീസിൽ കയറി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്ന് ഇട്ട് നോക്കി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി എടുക്കേണ്ടത് കൊണ്ട് നമ്മൾ ഓപ്ഷനിലോട്ട് പോയില്ല. അപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് ഓപ്പോസിറ്റ് റേഞ്ച് ഉണ്ട്, അവിടെ കിട്ടുമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. എങ്ങും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് അവിടെ പോയി നോക്കാം. ഇതിലെ വാഷിഞ്ച. How is the weather? Nice. Okay, yeah. It's sunny. Press ചെയ്യേ ഷിഞ്ച. ഇതിലെ ക്രോസ് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല തിരക്കുണ്ടല്ലേ. റേഞ്ചിൽ കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ റേഞ്ചിൽ വന്നു. റേഞ്ചിൽ വന്നപ്പോഴേ കുട്ടിക്ക് വീട്ടിലോട്ടുള്ള ഡെക്കോഴ്സും കാര്യങ്ങളൊക്കെ നോക്കുവാണ്. നമുക്ക് നാട്ടിലൊരു വീടിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടുള്ള എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള ഡെക്കോഴ്സ് കണ്ട വാങ്ങിക്കാന്ന് ഓർത്തു. കാർഡും പടലവും വേണം. No, what are you looking for then? Wall paint, something cute and different. Like me? No. ഇത് കൊണ്ടുപോകാൻ പറ്റില്ല ഷിഞ്ച. It's too big. Let's see some good paintings. നല്ല പെയിന്റിങ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് വൺ.
നാട്ടിലും കിട്ടും, ബട്ട് സ്റ്റിൽ ഒക്കെ സെറ്റിലായ ഫുൾ വാങ്ങിക്കുമോ? ശരി ചേച്ചാ, മസാജർ കിട്ടിയോ? വൈ? ഒന്നും കിട്ടത്തില്ല. അങ്ങനെയല്ല, ഇലക്ട്രിക് വൺ ഇവിടെ ഇല്ല, മാനുവൽ ഉണ്ട്. പക്ഷെ അവർ തന്നെ പറഞ്ഞത് കൊള്ളത്തില്ല എന്ന്. സോ നമ്മളത് എടുത്തില്ല. 4 മണിയാകുമ്പോൾ ആസ് ഡേ അടയ്ക്കും. നമുക്ക് അതിന് മുമ്പ് റിട്ടേൺ ചെയ്തിട്ട് വന്നാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി അറ്റ്ലീസ്റ്റ് റിട്ടേൺ എങ്കിലും ചെയ്യാം. ഇവിടെ വരെ വന്ന് പൈസ ലാഭിക്കണമല്ലോ. ഞാനല്ല, ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. സാരമില്ല, അവിടെ ഇരുന്നു. ഓക്കെ, ബൈ. ഇവിടെയൊക്കെ ആമസോണിൽ നിന്നൊക്കെ ഒരു കാര്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് ഇതാണ്. നമുക്ക് വേണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഇതുപോലെ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കണം. നാട്ടിലാണെങ്കിലും ഇങ്ങനെ വീട്ടിലിരുന്ന് വെച്ചാൽ മതി, അവർ വന്ന് വാങ്ങിച്ചിട്ട് പോകും. അവർ വീട്ടിൽ വരുമ്പോഴും പുച്ഛമാണ്. പക്ഷേങ്കിൽ ഇവിടെ ഇതാണ്, മെനക്കെട്ട് നമ്മൾ പോകണം. ഒരു 1 month പീരീഡ് ഉണ്ട്, അതാണ് ഒരു കണക്കിന് നല്ലത്. അല്ലെങ്കിൽ ഒത്തിരി ഡിഫിക്കൽട്ടാണ്. അവിടെ പൈസയും പോകും, റിട്ടേൺ ചെയ്യാൻ വിട്ടെങ്ങാനും പോയാലേ കാറ്റ് തന്നെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അത് എല്ലാം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആമസോണിൻ്റെ ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്കറിയില്ല. റിട്ടേൺ പ്ലീസ് ഗോ ടു ദ സർവീസ് ഡെസ്ക്. സോ ഇവിടുന്ന് അങ്ങോട്ട് പൊക്കോളാൻ ഇവൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് റിട്ടേൺ ചെയ്തിട്ട് കുറച്ച് ഗ്രോസറീസ് വാങ്ങിക്കണം. അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ റിട്ടേൺ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ സെൽഫായിട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ റിട്ടേൺ ആണെങ്കിൽ നമ്മൾ സർവീസ് ഡെസ്കിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരത് വാങ്ങിച്ച് നമ്മുടെ QR കോഡ് കാണുമല്ലോ നമ്മൾ റിട്ടേൺ ചെയ്യാനുള്ള, ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അത് കൊടുത്താൽ മതി. അവർ ജസ്റ്റ് അത് സ്കാൻ ചെയ്ത് അവരൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അവരതിലിട്ടു. ഇമെയിൽ വരുമെന്ന് പറഞ്ഞു. അല്ലാതെ അവിടുന്ന് നമുക്ക് സ്ലിപ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ എനിവേ ഇമെയിൽ വന്നിട്ടുണ്ട്. എത്ര ദിവസത്തിന് റീഫണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അവർക്ക് ആ പ്രോഡക്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് റീഫണ്ട് സ്റ്റാർട്ട് ആകത്തുള്ളതാണ് അത് കാണിച്ചത്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു പണി കഴിഞ്ഞു. ഇവിടെ വരെ വന്നിട്ട് അറ്റ്ലീസ്റ്റ് അതെങ്കിലും കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ വെറുതെ ഒരു ഉറക്കവും മെനക്കെട്ടൊക്കെ വന്ന് നഷ്ടമായി പോയേനെ. സോ നമുക്കിനി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ചെയ്യാം. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി. ഷെനിദാസിന് ഇവിടുത്തെ വെള്ളം ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല. നമ്മൾ ഈ ബോയിൽ ചെയ്ത് കൊടുത്താലും, കാരണം ഷെനിദാസിന് ഒത്തിരി വെള്ളം കുടിക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ ബോയിൽ ചെയ്ത് അതിൻ്റെ ചൂട് പോയി പൈപ്പിലെ വെള്ളത്തിലൊന്നും കൂട്ടി മിക്സ് ചെയ്ത് കുടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബോട്ടിൽസ് വാട്ടറിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രേപ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങി. പിന്നെ ഒരു സാൽമൺ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട്. മമ്മി നാട്ടിൽ നിന്ന് നല്ല വാട്ടുകപ്പ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ടിട്ടാണ് വന്നത്. അതും ഫിഷും എല്ലാം കൂടെ നമുക്ക് ചെയ്യാമെന്ന് ഓർത്തു. ഫിഷ് കറി എൻ്റെ അത്ര കൊള്ളത്തില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഇന്ന് പ്രോപ്പറായിട്ട് ഏതെങ്കിലും വീഡിയോ നോക്കിയിട്ടുണ്ടാക്കണം. എൻ്റെ അമ്മ ഒരു ഫിഷ് ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റാണ്. എന്നിട്ടും എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന്. കൊള്ളത്തില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ. എൻ്റെ കുഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ ഒരു സാൽമൺ ഫിഷ് കഴിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ഷെർദീച്ചിൻ്റെ വീട്ടിലൊക്കെ പോയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. കൊച്ചിന് ഇച്ചിരി omega-3 ഒക്കെ കിട്ടിയിട്ട്. കുഞ്ഞിന് വേണം omega-3, ഈ കൊച്ചിനും. ഓക്കെ, നമുക്ക് അപ്പോൾ വീട്ടിൽ പോയി കുക്കിംഗ് ചെയ്യാം. സമയം എന്താ? അതിനെന്താ ഇത്ര വെയിറ്റ്? ഓൾറെഡി ബോഡിക്ക് വെയിറ്റ് ഉണ്ടല്ലോ. എന്നെ തലയെ വെച്ചോണ്ടാണ് നടക്കുന്നത്. രാവിലെ ഷിൻജസിന് എഴുന്നേൽക്കുമ്പോൾ എന്നെ എടുത്ത് തലയെ വെക്കും. പിന്നെ ഉറങ്ങുമ്പോഴായിരിക്കും എന്നെ തലേന്ന് താത്ത് വെക്കുന്നത്. എന്ത് ചെയ്യാനാ, പാവത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ പോട്ടെ. വന്ന് എനിവേ മസാജർ കിട്ടിയില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഞാൻ ഒത്തിരി ലക്കിയാണ്. എനിക്ക് ഇന്ത്യയിൽ നിന്ന് ഞാൻ കുറച്ച് പൈസയ്ക്ക് ഒരു മസാജറിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കിത് മതി. ഞാൻ പറഞ്ഞതാ പെർമനന്റ് പോസ്റ്റ് തരാമെന്ന്. നശിഞ്ച ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ എടുത്തു തരാം. പില്ലോ എനിക്ക് നീങ്ങാൻ പറ്റില്ല. ഞങ്ങൾ 2 പേരും നീങ്ങണം. ശനിദാസൻ ഒരാൾ നീങ്ങിയാൽ മതി. ആക്ച്വലി ഇത് എനിക്ക് പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ നല്ല കാലുവേദനയുണ്ട്. അത് ഈ നൈറ്റ് കഴിയുമ്പോൾ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, നല്ല കാലുകഴുപ്പാണ്. നൈറ്റാണല്ലോ, ലോങ് ഡേ ആണെങ്കിലും. ഇപ്പോൾ എനിക്കിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒത്തിരി സുഖമാണ്. ഇങ്ങനെ ചെയ്തു ഡിഡ് ഐ ഡിസ്റ്റർബ് യു? പാവത്തിൻ്റെ പണിയാണ് വന്ന സമയം തൊട്ട്. പക്ഷേ ചേട്ടാ, ഞാൻ വേറെ ഒന്നും ഹോർമോണൽ ചേഞ്ച്, മൂഡ് സ്വിങ്സ് എന്നൊന്നും പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല. എന്നെക്കാളും മൂഡ് സ്വിങ്സ് ഷിനജസിനും എൻ്റെ ചുറ്റുമുള്ളവർക്കുമായിരിക്കും. പക്ഷെ എനിക്ക് കുറവാണ്. അപ്പൊ എനിക്ക് ചെയ്തു തരേണ്ട കാര്യം ചുമ്മാ അല്ല. ഞാൻ വേണ്ട ഷിൻജസ് എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പറയാം, വേണം അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയതായിരുന്നു. ഞങ്ങൾ ഒരു മോഡൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടുമെന്ന് നോക്കിയാൽ പോയത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ആ വിഷമത്തി നമുക്ക് നല്ല കപ്പയും മീൻകറിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. ഓൾറെഡി നമുക്ക് കോക്കനട്ട് റൈസും ചിക്കനും ഉണ്ട് ഇവിടെ. ആലിസ് നല്ലതായിട്ട് ഉണ്ടാക്കിയായിരുന്നു. അവൾക്ക് ഇന്ന് ലോങ് ഡേ ആട്ടോ, അത് അവളെ കാണാത്തെ. അത് പോയി കുക്കൊക്കെ ചെയ്ത് വെക്കാം. അവള് കഴിക്കുമെന്ന് അറിയില്ല. അവൾക്ക് ഇങ്ങനെ കപ്പയും ചക്കയും ഒന്നും അത്ര ഇഷ്ടമില്ല. ചേച്ചനും അത്ര വലിയ ഒന്നും ഇല്ല, എന്നാലും കഴിക്കും. ക്യാമറ കട്ടായി. ഇതാണ് സത്യാവസ്ഥ. ക്യാമറ കട്ടായില്ല.
ഓക്കെ, അപ്പോൾ ഇച്ചിരി റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കിങ്ങിലോട്ടൊക്കെ കിടക്കാം. എനിക്കിനി 2 ദിവസം കൂടെ ഓഫാണ്. നാളെ ഓഫാണ്, മറ്റന്നാൾ ഓഫാണ്, പിന്നെ എനിക്ക് നൈറ്റേ ഉള്ളൂ. നമ്മൾ പക്ഷേ ഇങ്ങനെ റിലാക്സ് ആകാൻ കുറച്ചു നേരം കിടക്കാന്ന് ഓർക്കുമ്പോഴായിരിക്കും ഉള്ളിൽ കിടക്കുന്ന ആൾക്കപ്പോൾ അനങ്ങണം, കളിക്കണം. ആക്ച്വലി ഞാൻ ഈ പ്രഗ്നൻസിയിലെ മൂവ്മെന്റ്സ് അറിഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ നല്ല തണുത്ത വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ളതോ ഹോട്ടായിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുക, അന്നേരം ബേബി മൂവ് ചെയ്യുന്ന അറിയാവുന്ന. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഇതെല്ലാവരും കേട്ട് ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അത് സത്യാവസ്ഥയുണ്ടെന്ന്. ഈവൻ ഡ്യൂട്ടിയിലാണെങ്കിൽ ഞാൻ ഒത്തിരി തണുപ്പുള്ള വെള്ളം കുടിക്കും നൈറ്റിൽ. കുടിക്കുമ്പോൾ കുട്ടി അങ്ങ് ഡാൻസ് കളി തുടങ്ങും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ. അപ്പോൾ ഇന്നലെ ഞാൻ ഓർക്കുമായിരുന്നു, ഇച്ചിരി നേരം ഒന്ന് അടങ്ങിയിരിക്കുമായിരുന്നെങ്കിൽ ജോലിയിൽ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം നമുക്കിത് ഒത്തിരി ഇഷ്ടമാണല്ലോ ഇങ്ങനെ അനങ്ങുന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ. ഇച്ചിരി തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അന്നേരം അനങ്ങും, നല്ല എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചാൽ അന്നേരം അനങ്ങും. എനിക്കറിയില്ല ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന്. കോക്കനട്ട് വാട്ടർ ഞാൻ മുമ്പേ കുടിച്ചിട്ട് ശിലജേസനോട് പറഞ്ഞ് ഞാൻ ഇച്ചിരി അനങ്ങാതെ ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞില്ല, കുട്ടി അനങ്ങി തുടങ്ങി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രതിഭാസം. രാത്രിയിൽ ഞാൻ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊന്നും ഇഷ്ടമല്ല. ഞാൻ ഇവിടെ വന്ന് റിലാക്സ് ആയിട്ട് കാലൊക്കെ നേരെ വെച്ച് കിടക്കുമ്പോൾ അനങ്ങാൻ തുടങ്ങും. ഇപ്പൊ നല്ലതായിട്ട് അനക്കം അറിയാൻ പറ്റും. അപ്പൊ ആലിസ് പറയും, കൊച്ചിന്റെ ഡാഡിക്കും നീ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് രണ്ടുപേരും നിന്നെ ശല്യപ്പെടുത്തുന്നതെന്ന്. എനിവേ ഒരു ഗുഡ് ഫീലാണ്. ശരീരത്തിൽ എപ്പോഴും ചോദിക്കും, അനങ്ങിയോ? ഞാൻ പറയും ഇന്നനങ്ങിയോ അപ്പൊ ഓക്കെ ആണോ? അത് ഓക്കെ ആണ്. ഇങ്ങനെ ചോദിച്ചു. രണ്ടുപേർക്കും അറിയത്തില്ല എന്താണ് ഓക്കെ അല്ലാത്തത്. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നന്നായിട്ട് അനങ്ങി. പക്ഷേ ഷിനച്ചസിനെ ഫീൽ ചെയ്യിക്കണമെന്നുണ്ടായിരുന്നു. കുട്ടിയാകുമ്പോൾ എങ്ങനെ, കുട്ടി അതിന് നൈറ്റ് കഴിഞ്ഞവരെക്കാട്ടിലും കഷ്ടമായിട്ട് ഉറങ്ങുമായിരുന്നു ഇവിടെ കിടന്ന്. അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. അപ്പോൾ ഇതാണ് ബേബി മൂവ്മെൻറ്റ്സ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യണം. പിന്നെ നല്ലതായിട്ട് മൂവ്മെൻറ്റ് അറിയാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് പറയണം. അങ്ങനെ നമ്മൾ കുക്കിംഗ് പരിപാടിയൊക്കെ ആരംഭിച്ചു. ഞാൻ പോയപ്പോൾ ഓൾറെഡി കപ്പയുടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നമുക്ക് അടച്ച് അടുപ്പത്തോട്ട് വയ്ക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് പണികളൊക്കെ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഫിഷ് ഓൾമോസ്റ്റ് കറി റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു, കുറച്ചിവിടെ ആയതിരിക്കുന്നു. ഇതിൻ്റെ നടുക്കൊരെണ്ണം ഉള്ളത് ഞാൻ ടേസ്റ്റ് നോക്കി തീർത്തിട്ടുണ്ട്. കപ്പയുടെ പരിപാടി മാത്രമേ ഉള്ളൂ. കപ്പ കുക്കായിരിക്കുവാണല്ലോ. ഇനി അതും കൂടെ ഒന്ന് തേങ്ങയൊക്കെ ചേർത്തെടുക്കണം. സമയമായി വരുന്നു, 7:30 ആകാറായി സമയം. അവള് വരും ഇപ്പോൾ. അപ്പോൾ അതിനു മുമ്പ് റെഡി ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കറിയില്ല അവൾ കഴിക്കുമോ എന്നുള്ളത്, അത് വേറെ കാര്യം. അങ്ങനെ നമ്മുടെ കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പ ഇവിടെ റെഡി. ഇച്ചിരി മഞ്ഞപ്പൊടി കൂടിപ്പോയി. മീൻകറി ഉണ്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ. പിന്നെ ഫിഷ് ഫ്രൈയും റെഡിയാണ്. അപ്പോൾ ഇനി നമ്മൾ കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഷിനജാസിന് കൊടുക്കാമെന്ന് ഓർത്തു. കാരണം നേരത്തെ കിടന്നാൽ രാവിലെ എഴുന്നേൽക്കണം നേരത്തെ. ഞാനിനി കുളിച്ചിട്ടേ കഴിക്കത്തുള്ളായിരിക്കും. അവളും കൂടെ വന്നിട്ട് കഴിക്കാം. അപ്പോൾ ഞാൻ കൊടുക്കാനായിട്ട് എടുക്കട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയാണ്. ഷിനജാസിന് മീൻകറി അത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇച്ചിരി ഫിഷ് ഫ്രൈ ഏറെ എടുത്തിട്ടുണ്ട്. ഷിൻജ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. മമ്മി ഉണ്ടാക്കുന്നതിന് അത്രയും ടേസ്റ്റ് ഒന്നും കാണത്തില്ല. ഷിൻജൻ കറി കൂട്ടിയില്ലായിരിക്കുമല്ലോ എന്ന് ഓർത്തു. എങ്ങനെയുണ്ട്? ഏതാ കഴിച്ചേ? ഫ്രൈ കറിയും കഴിച്ചു നോക്ക്. ആണോ? നല്ലതാണോ? പ്രഗ്നൻസിയുടെ ഒരു വലിയൊരു ബെനിഫിറ്റാണ്. എന്ത് അഴുക്കുണ്ടാക്കി കൊടുത്താലും അഴുക്കാന്ന് പറയത്തില്ല. നല്ലതാന്ന് പറഞ്ഞ് കഴിച്ചോളൂ. ഞാനല്ലേ ഉണ്ടാക്കിയേ. വാരി തരുമ്പോൾ ടേസ്റ്റ് മാറുമോ? എനിക്കിങ്ങനെ കപ്പ വാട്ടുകപ്പയാണെങ്കിൽ തൈരിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ പച്ചക്കപ്പയാണെങ്കിൽ മോരുകറി. മോരുകറി പ്ലസ് മീൻകറി. നാട്ടിലൊക്കെ ആണെങ്കിൽ മിക്ക ദിവസം കപ്പയായിരിക്കും. കപ്പ, ചക്ക, മാങ്ങ. പക്ഷെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഫ്രഷ് കിട്ടത്തില്ല, എല്ലാം ഫ്രോസൺ അല്ലേ. അതുകൊണ്ട് ആ ഒരു ഫീൽ കിട്ടത്തില്ല. സമയമുണ്ട്, വീട്ടിൽ പോയി കഴിക്കാം നല്ലതായിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് മസാജേഴ്സ് കൂടെ നോക്കി. അപ്പോൾ അതിൽ ഒരെണ്ണം റിവ്യൂസ് ഒക്കെ നല്ലതാണെന്ന് തോന്നി നമ്മൾ ഓർഡർ ചെയ്യാൻ പോവാണ്. നാളെ വരും. 84 pounds ആണ് വില. നമുക്ക് എന്താണെങ്കിലും ഓർഡർ ചെയ്ത് വെക്കാം. ഇത് നാളെ വന്നു കഴിയുമ്പോൾ നിങ്ങളോട് ഞാൻ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ കഴിക്കാനായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് മിൽക്ക് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. 3 പേർക്ക് ഓരോന്നുണ്ട്. എനിക്ക് സാർ. ആലിസ്, എൻ്റെ കപ്പയും മീൻകറി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. കേക്കാണോ നല്ലത് അതായിരുന്നോ? ഓക്കെ, ഞങ്ങള് മിൽക്ക് കേക്ക് കഴിക്കട്ടെ ചോദിച്ചാൽ നമ്മൾ അങ്ങനെ വാങ്ങിക്കാത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ഇങ്ങനെ എടുത്ത്
ഒരെണ്ണം വാങ്ങിട്ട് ഷെയറിലാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഈവനിങ് ആയപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്ത മസാജർ വന്നത്. ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് വന്നതേ ഉള്ളൂ. അപ്പം നമുക്കിത് ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചാർജറുണ്ട്, കവറുണ്ട്. ഹോസ്പിറ്റലില് പേഷ്യൻസ് ഓർത്തോ സർജറി കഴിഞ്ഞിട്ട് ബൂട്ട്സ് ഇട്ട് കിടക്കുന്ന പോലുണ്ട് കാലയിൽ. നമ്മുടെ തൈസ് തൊട്ട് ഫീറ്റ് വരെ വരുന്നത് പോലാണ്. ഫ്രീ സൈസാണ്. നമുക്ക് നമ്മുടെ ഫീറ്റ് ഇങ്ങനെ വെക്കാനുള്ള ഒരു കട്ടിയുണ്ട് ഇവിടെ. നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കാനായിട്ട്, ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുക. ഇവിടെ മാത്രം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇരിക്കാനായിട്ടുള്ളൊരു കട്ടിക്കുള്ളൊരു സംഭവമുണ്ട്. ബേസ് ഉണ്ട്. നമ്മൾ ഒരു കാലിന് ഞാൻ ഇട്ടു, പക്ഷേ മറ്റേ കാലിലിടാനായിട്ട് നമ്മളത് ട്രൈ ചെയ്തു. ഊരാതിടാൻ പറ്റുമോയെന്ന്. കയറും, പക്ഷെ അതിലൊരു വയറിങ്ങനെ കാലയിൽ ഇങ്ങനെ മുട്ടുക. അപ്പോൾ ശനിദിവസം പിന്നെ അതെല്ലാം എനിക്ക് ഊരിയിട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഒട്ടും കംഫർട്ടബിൾ അല്ല. ബിക്കോസ് ഇപ്പം ഇച്ചിരി കഴിയുമ്പോൾ വയറൊക്കെ തിരിച്ചെടുക്കും. ഐ തിങ്ക് റിട്ടേൺ ഞാൻ കണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ വയർ ഇച്ചിരി കൂടെ കൂടി കഴിയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതാവും. എപ്പോഴും ഒരാൾ ഹെൽപ്പിന് വേണം. നമുക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴല്ല യൂസ്ഫുൾ ആവേണ്ടത്. എനിക്കിത് കണ്ടപ്പോഴേ തോന്നി. പിന്നെ ഞാൻ ഓർത്ത് വാങ്ങിച്ച് നോക്കാം ഇതിൽ കംപ്രഷൻ എങ്ങനെയുണ്ടെന്ന് അറ്റ്ലീസ്റ്റ് നോക്കാം. എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്യണം. ഇനി അഗൈൻ ആശ്രയം പോകണമല്ലോ ഷിഞ്ച. എനിക്ക് മൊത്തം ലെഗ്സിൽ ഞാനിപ്പോൾ ആദ്യം നമ്മൾ ഫീറ്റിലായിട്ട് വരുന്ന പോലെ നോക്കി, പക്ഷേ എനിക്ക് മുഴുവൻ ലെഗ്സിൽ വേണമെന്നുണ്ടായിരുന്നു. ഈ മസിലൊക്കെ കയറുമ്പോഴേ മസിൽ ക്രാംസ് ആകുന്ന അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അത് പറ്റത്തില്ല, ഒട്ടും കൺവീനിയൻ്റ് അല്ല. കുറച്ച് കഴിയുമ്പോൾ ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റാതാവും. സോ നമുക്ക് എനിവേ റിട്ടേൺ ചെയ്യാം, പക്ഷെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. വരുന്നുണ്ട്. എഫക്റ്റ് വരുന്നുണ്ട്. സൂപ്പർ ഫീലാണ്. ആകെ ഇത് അപ്ലൈ ചെയ്യുന്നത് ഓർക്ക് മാത്രമേ ഉള്ളൂ എനിക്ക്. പക്ഷെ ഇത് ഇങ്ങനെയല്ല കേട്ടോ, ഇത് കറക്റ്റായിട്ട് ഇനി ഇടാനുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ചുമ്മാ ചുറ്റിയത് പ്രോപ്പറായിട്ട് ഇരുന്ന് നന്നായിട്ട് അത് കറക്റ്റായിട്ട് കെട്ടണം. കാലിന് നല്ലതായിട്ട് ചൂട് വെച്ച് മസാജ് ചെയ്യുന്നൊരു ഫീലുണ്ട്. ഇപ്പം ഞാൻ കൺഫ്യൂസ്ഡാണ് കൊടുക്കണോ വേണ്ടയോ എന്ന്. കാരണം സുഖമുണ്ട് നല്ല. നമുക്ക് ആക്ച്വലി ആകെ ഒരു കൺസേൺ ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം കുറച്ചുകൂടെ നമുക്ക് കഴിയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. ഇപ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ചാൽ താഴെ വരെ നമുക്കിങ്ങനെ ചുറ്റി എടുക്കണമല്ലോ. അതർവൈസ് ഇത് നല്ലതാണ്. നല്ല സുഖമെന്ന് പറയാൻ നന്നായിട്ട് പ്രസ് ആവുന്നുണ്ട്, നല്ല ഹീറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ എൻജോയ് ചെയ്തിരിക്കുക. ഇപ്പോൾ ഇത് കൊടുക്കണോ വേണ്ടയോ എന്നാണ് ചിന്തിക്കുന്നത്.